ഹായ് കൂട്ടുകാരെ, ഹായ് പ്രൈസ് ലോർഡ്. അതെ, ആൻറ്റി ചോദിക്കട്ടെ, ഭൂമിയാകെ നടുങ്ങി വിറച്ചൊരു നിമിഷം ഉണ്ടല്ലോ, അതേതാണ്? പാറകൾ പൊട്ടിച്ചിതറി കല്ലറകൾ തുറന്നതുമായ നിമിഷം. സൂര്യൻ അയ്യോ എനിക്ക് കാണാൻ വയ്യേ എന്ന് പറഞ്ഞ് മറഞ്ഞപ്പോൾ ദേശം ഇരുട്ടായത് ആ നിമിഷം. ഓർക്കുന്നു അതൊക്കെ? സുശേഷങ്ങളിൽ നാം അത് ദർശിക്കുന്നു അല്ലേ? അതെ, നമ്മുടെ കർത്താവ് നമുക്കായി പ്രാണനെ വിട്ട നിമിഷം. നമുക്കത് വായിക്കാം. മത്തായി സുവിശേഷം 27:45 മുതലുള്ള വാക്യങ്ങൾ. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മാ സബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥം. അവിടെ നിന്നിരുന്നവരിൽ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോങ് എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ച് ഓടത്തണ്ടിന്മേലാക്കി അവന് കുടിപ്പാൻ കൊടുത്തു. ശേഷമുള്ളവർ നിൽക്ക, ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശേഷം കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. ശതാധിപനും അവനോട് കൂടെ യേശുവിനെ കാത്തു നിന്നവരും ഭൂകമ്പം മുതലായവ സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഉച്ചത്തിൽ കരഞ്ഞു, ഏലി ഏലി ലമ്മാ സബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. അതിനുശേഷം വീണ്ടും ഉറക്കെ നിലവിളിച്ച ശേഷം പ്രാർത്ഥന വിട്ട് ദൈവത്തിൻ്റെ കൈകളിൽ, പിതാവിൻ്റെ കയ്യിൽ തന്നെ തൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിച്ചിട്ട് ആ പ്രാണന് വിടുമ്പോൾ എന്തെല്ലാം സംഭവവികാസങ്ങളാണ് നാം കാണുന്നത്. പിതാവിൽ നിന്നുള്ള ആ വേർപാട് വലിയതായിരുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ ഇത്തം നീ കൈവിട്ടതെന്ത്? നാലേറി ക്രൂശിന്മേൽ തല ചായ്ച്ച് പ്രാണനെ അങ്ങേൽപ്പിച്ചു കൊടുത്തു. അലറി ക്രൂശിന്മേൽ തല ചായ്ച്ച് പ്രാണനെ അങ്ങേൽപ്പിച്ചു കൊടുത്തു. എൻ്റെ പേർ കയറ്റ പോലമല്ലോ ചന്തമാറ്റു കാൺമതാ കുരിശിൽ. എൻ്റെ യേശു എങ്ങനെ ഇത്രയും പങ്കുമേറ്റു ചാവിനെ രുചിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച ആ ക്രൂശ് മരത്തിൻ്റെ തൊട്ട് വലതുവശത്തും ഇടതുവശത്തുമായിട്ട് 2 കള്ളന്മാരെ അവനോടുകൂടെ ക്രൂശിച്ചു എന്ന് നാം കാണാനായിട്ട് സാധിക്കുന്നു. കടന്നു പോകുന്നവർ തല കുലുക്കി അവനെ ദുഷിച്ചു. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കാ, നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒക്കെയും അപ്പോൾ തന്നെ ആ കള്ളന്മാരും അവനെ പരിഹസിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു കള്ളൻ പറയുകയാണ്, നീ ക്രിസ്തുവെങ്കിൽ നീ നിന്നെ തന്നെ രക്ഷിക്ക, ഞങ്ങളെ രക്ഷിക്ക എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ആ തൊട്ട് അപ്പുറത്തുള്ള കള്ളൻ എന്താ പറയുന്നത്? അവനെ ശാസിക്കുകയാണ്. ഓ, നമ്മൾ സമശിക്ഷാവിധിയിലായിരുന്നിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നമ്മൾക്ക് സമശിക്ഷാവിധിയാണ് കിട്ടുന്നത്. എന്നാൽ ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തുവായ ഈ രക്ഷകനൊന്നും ചെയ്തിട്ടില്ല, അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് ആ കള്ളൻ പറയുകയുണ്ടായി. എന്നിട്ട് ആ കള്ളൻ തൻ്റെ കർത്താവിൻ്റെ നേരെ തിരിഞ്ഞ് പറയുന്നു, യേശുവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞു. ഉടനെ മറുപടിയുണ്ടായി. ആ അവസാന സമയഘട്ടങ്ങൾ വേദന കൊണ്ട് പൊളയുന്ന സമയത്ത് നമ്മുടെ യേശപ്പച്ചൻ തിരികെ പറഞ്ഞ മറുപടി എന്താണ്? ഇന്നു നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. ആ വളരെ സമാധാനത്തോടെയാണ് ആ കള്ളൻ പോയത്. കർത്താവിനോട് കൂടെയാണ് പോയത്. എന്നാൽ മറ്റേ കള്ളനോ
ആ രക്ഷ കിട്ടിയില്ല. ഏറ്റുപറഞ്ഞ ആ കള്ളന് രക്ഷ സാധിച്ചു. അവൻ ഭാഗ്യവനായി തീർന്നു. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഈ രക്ഷകനെ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ഈ രക്ഷകനിലെ ആശ്രയിക്കാം. അവനെ തന്നെ ആശ്രയിച്ചു മുന്നേറാം. അവനെ തന്നെ വിശ്വസിച്ച് മുന്നേറാം. ദൈവം അതിനായി സഹായിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ വാക്യം യെശയ്യാവ് 53:4. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. യെശയ്യാവ് 53:4. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. കാൽവരി മലമേൽ നോക്കു നീ, കാൽവരി മലമേൽ നോക്കു നീ, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമതിൽ കയറി, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. പാപത്തിൽ ജീവിക്കുന്നവനെ, പാപത്തിൽ ജീവിക്കുന്നവനെ, നിന്റെ പേർക്കല്ലയോ തൂങ്ങും നീ രക്ഷകൻ, നിന്റെ പേർക്കല്ലയോ തൂങ്ങും നീ രക്ഷകൻ. തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം, കള്ളമേതിന്നിൽ കേണ്ട നിന്നുള്ളിൽ നീ, കള്ളമേതും നിന കേണ്ട നിന്നുള്ളിൽ നീ, ഉള്ളം നീ മുഴുവൻ തുറന്നോ, ഉള്ളം നീ മുഴുവൻ തുറന്നോ, തള്ളയാമേശുവേ കയ്യിലേൽപ്പിക്ക നീ, തള്ളയാമേശുവിൽ കയ്യിലേൽപ്പിക്ക നീ. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. God bless you.